തൊടുപുഴയിൽ നിന്ന് കാണാതായ മധ്യവയസ്കന്റെ മൃതദേഹം പുറത്തെടുത്തു. കലയന്താനിയിലെ ഗോഡൌണിൽ നിന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. കലയന്താനിയിലെ ഗോഡൌണിൽ മാൻഹോളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ബിജുവിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്? ഇയാളെ കൊലപ്പെടുത്താനുള്ള കാരണം എന്തായിരുന്നു? ഹരിത, അല്പം മുമ്പാണ് ഈ മൃതദേഹം കലയന്താനി മറ്റത്തെ കാറ്ററിംഗ് ഗോഡൌണിലെ മാൻഹോളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബിജുവിന്റേതാണ് ഈ കൊലപാതകമാണെന്ന് പോലീസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ഗോഡൌണിന്റെ മലിനം ശേഖരിച്ചിരുന്ന 10 അടിയോളം താഴ്ചയുള്ള കുഴിക്കകത്താണ് ഈ മണ്ണ് നീക്കം ചെയ്ത് ബിജുവിന്റെ മൃതദേഹം ഒളിപ്പിച്ചിരുന്നത്. ഏറെ പാടുപെട്ടാണ് സംഘം ഈ മൃതദേഹം പുറത്തെടുത്തത്. ഏതായാലും പോലീസ് സംഘം നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു ബിജുവിന്റെ കൊലപാതകമാണെന്ന് തന്നെ നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഏതായാലും ഈ ബിജുവിന്റെ കസ്റ്റഡിയിലുള്ള ജോമോനും കൊല്ലപ്പെട്ട ബിജുവും ചേർന്ന് ഈ ബിസിനസ് നടത്തിയിരുന്നു. ബിജുവായി ബന്ധപ്പെട്ട് നടത്തിയ ബിസിനസ് നഷ്ടമുണ്ട് പറഞ്ഞിരുന്നു. ഈ പരാതി നൽകിയിട്ടും പണം തിരികെ ലഭിച്ചില്ലെന്ന് ജോമൻ പലരോടും പറഞ്ഞിരുന്നു. ഒരു തവണ ബിജുവിനോട് പൈസ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇത് വാക്കുതർക്കങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. നിലവിൽ ഇവർ തമ്മിൽ ഈ സാമ്പത്തിക ഇടപാട് തന്നെയായിരുന്നു ഈ കൊലപാതകത്തിന്, ഈ ആസൂത്രിതമായ കൊലപാതകത്തിന് വഴിതെളിച്ചത്. ഏതായാലും പുലർച്ചെ 4 മണിക്കാണ് ഈ വ്യാഴാഴ്ച പുലർച്ചെ 4 മണിക്കാണ് വീട്ടിൽ നിന്ന് നടക്കാനിറങ്ങിയ ഇദ്ദേഹത്തിനെ തട്ടിക്കൊണ്ടുപോയ ശേഷം മർദ്ദിക്കുകയായിരുന്നു. ഇതിനുശേഷം ഇവരെല്ലാം തന്നെ ചേർത്ത് ഈ ബിജുവിനെ ഈ മാൻഹോളിൽ, അതായത് ഈ പൂട്ടിക്കിടന്ന ഗോഡൌണിൽ മറവ് ചെയ്യുകയായിരുന്നു. എന്നാലും കൃത്യമായ ഒരു പോലീസിന്റെ ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ ഈ ബിജുവിന്റെ മൃതദേഹം കണ്ടെത്താൻ സഹായിച്ചത്. ഏതായാലും ബാക്കിയുള്ള ചോദ്യം ചെയ്യലുകൾ തുടരുന്നുണ്ട്. എങ്ങനെയായിരിക്കാം എന്നുള്ള കൊലപാതകം ഏതൊക്കെ രീതിയിലാണ് നടത്തിയത്, ഏതൊക്കെ രീതിയിലാണ് ആസൂത്രണം നടത്തിയതെല്ലാം തന്നെ കൃത്യമായി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും തൊടുപുഴ ഡിവൈഎസ്പിയും അതോടൊപ്പം തന്നെ കേസിലെ പ്രതിയായ ജോമനും ജോമനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. ഹരിത. ശരി, ബിനീഷ് ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്.